അപ്പോൾ നമ്മൾ ബോറോൺ ഹൈഡ്രൈഡ് ബന്ധപ്പെട്ടിട്ട് വെയ്റ്റ്സ് റൂളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? എങ്ങനെയാണ് വെയ്റ്റ്സ് റൂൾ അപ്ലൈ, അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ നമ്മൾ കണ്ടുപിടിക്കുക, അതിൻ്റെ ഫോമിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ കൗണ്ട് എടുക്കുക എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൽ പറഞ്ഞ വേറൊരു പോയിന്റ് നമ്മൾ ടിക്സ് നമ്പർ ആയിരുന്നു അല്ലേ? ടിക്സ് നമ്പർ അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോറോൺസുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അല്ലേ? ടിക്സ് നമ്പർ എത്തുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം നോക്കാം. Boranes are generally electron deficient compounds. നമുക്കറിയാം അല്ലേ? ഇത് പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്സ് ആണ്. കാരണം ബോറൈൻസിൽ എപ്പോഴും B2H6. ഏറ്റവും സിമ്പിളായ ബോറൈനാണ് B2. നമുക്കറിയാം ഡൈ ബോറൈൻ എന്ന് പറയുന്ന സാധനം. ഈ B2H6 ആറുണ്ടും 8 ആറ്റങ്ങളുണ്ട്. ഈ 8 ആറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ മിനിമം ഇതിന്റെ ബാലൻസ് വെച്ചിട്ട്, കാരണം ബോറോൺ ഇസ് ട്രൈവാലന്റ്, യു ക്യാൻ സീ ദാറ്റ് ഇത്രയും ബോണ്ടുകൾ വേണം അല്ലേ? 1 2 3 4 5 6 7 8 ആറ്റങ്ങൾ കണക്ട് ചെയ്യെങ്കിൽ 7 കോവാലന്റ് ബോണ്ടെങ്കിലും വേണം. പക്ഷെ ഉണ്ടോ? ഇല്ല അല്ലേ? B2H6 ഫോർമുല നമുക്കറിയാം. B2H6 ഫോർമുല ഇതല്ല. ആൻഡ് വി നോ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ടു ബി joined together by conventional 2 electron bonds, conventional 2 electron ബോണ്ടുമായിട്ട് ബോണ്ട് വെച്ചിട്ട് ഇതിനൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്ര ബോണ്ട് വേണം? 7 ബോണ്ട് വേണം. 3 3 6 1 7. ജസ്റ്റ് ലൈക്ക് C2H6 നമുക്കറിയാം. C2H6 ഇതേപോലത്തെ സ്ട്രക്ചറാണ്. അപ്പൊ 7 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ എത്ര വേണം? 14 ഇലക്ട്രോൺസ് വേണം. വേണ്ടേ? ഈ B2H6 ആറ്റങ്ങൾ തമ്മിലൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ മിനിമം 7 കോവാലന്റ് ബോണ്ട് വേണം. 7 കോവാലന്റ് ബോണ്ട് വേണമെങ്കിൽ 14 ഇലക്ട്രോൺസ് വേണം. ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമുക്കറിയാം. ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എണ്ണം 3 ആണ്. അപ്പോൾ 3 + 3 2 ബോറോൺ + 6 6 ഹൈഡ്രജൻ ഓരോ ഇലക്ട്രോൺ വെച്ച് 12 ഇലക്ട്രോണുകൾ. അപ്പോൾ 12 ഇലക്ട്രോൺ ഉണ്ട്, 7 കോവാലന്റ് ബോണ്ട് ഉണ്ട്. കോവാലന്റ് ബോണ്ട് വേണം ശരിക്കും, അത് ആവണമെങ്കിൽ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ 14 ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. പക്ഷെ എത്രയേ ഉള്ളൂ? 12 ഉള്ളൂ. So it actually requires 14 electrons, but it has only 12 electrons, and we say that this is a electron deficient compound. B2H electron deficient compound. ആറ്റങ്ങൾ കണക്ടിവിറ്റിക്ക് മിനിമം എത്ര കോവാലന്റ് ബോണ്ട് വേണം? ആ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ എത്ര ഇലക്ട്രോൺസ് വേണം? ആ ഇലക്ട്രോൺസിന്റെ അത്രയും ഇലക്ട്രോൺസ് ഇല്ല എങ്കിൽ അത് സാർ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് കോമ്പൗണ്ട്. ആൻഡ് ദിസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഈസ് ഓവർകം by some means. എന്താണ് ഇത്? ഇറ്റ്സ് എ സ്റ്റേബിൾ മോളിക്യൂൾ. B2H6 സ്റ്റേബിൾ മോളിക്യൂൾ. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. ആ ഡെഫിഷ്യൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ചില പ്രത്യേക ടൈപ്പ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല. B2H6 we know that boron is roughly sp3 hybridized. ഓരോ ബോറോണായാലും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. പക്ഷെ എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോറോണിന്റെ കോൺഫിഗറേഷൻ എന്താണ്? S2p1 എന്നാണ്. 3 ഇലക്ട്രോണേ ഉള്ളൂ. 4 sp3 ഓർബിറ്റ് 4 ഉണ്ട്. അപ്പോൾ ഒരു ഓർബിറ്റല് വേക്കന്റ് ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ റഫ്ലി sp3 ഓൾമോസ്റ്റ് sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. യു ക്യാൻ സേ ദാറ്റ് there are 4. നമ്മൾ തൽക്കാലം സൗകര്യത്തിന് വേണ്ടി ഇതിങ്ങനെ വരും. ഇങ്ങനെയല്ല 3D ബോണ്ടാണ് വരുന്നത്. 3D ആണ് വരുന്നത്. തൽക്കാലം 4 ഓർബിറ്റിൽ വരുത്തി. ഈ 4 ഓർബിറ്റിലും കൂടെ ഇത്രയേ ഉള്ളൂ, 3 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയുള്ള നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഇലക്ട്രോണും ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ ആണ്, ഒരു ഇലക്ട്രോണും കൂടി പെയർ ചെയ്തിട്ട് എന്താവും? ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ അതുപോലെ തന്നെ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ബോറോണിന്റെ ഒരു ഇലക്ട്രോണും കൂടി പെയർ ചെയ്തിട്ട് ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാവും. ഇത് ഹൈഡ്രജൻ ആണ്, ഇത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇതേപോലെ ഇപ്പറുള്ള ബോറോണിന്റെ സംഗതി അത് തന്നെയാണ്. Remember, it is not a planar structure, it is a 3-dimensional structure. ശരിക്കും പറഞ്ഞാൽ 2 ബോണ്ടി പ്ലെയിനിലാങ്കിൽ 2 ബോണ്ടിയിൽ ഏകദേശം പെർപെൻഡിക്കുലർ ആയിട്ട് വരും. നമുക്കറിയാം. മനസ്സിലായില്ലേ? ഒരു ഇത് 2 പ്ലെയിനിലാങ്കിൽ ഒന്ന് ഈ ബോർഡിന് മുമ്പിലേക്ക് ഒന്ന് ബോർഡിന്റെ പുറകിലേക്ക് വരും. നമ്മൾ സൗകര്യത്തിലൂടെ ഇങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് പ്ലെയിനാർ. മനസ്സിലായില്ലേ? It is not planar, it is 3-dimensional. See, sp3 hybridization orbitals are at an angle of 109 degrees 28 minutes, and you know that it is a 3D structure, not a 2D structure like this. This is just drawn for convenience of understanding. That is all. അപ്പോൾ ഇതേപോലെ ഈ ഭാഗത്തും ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജന്റെ ഒരു വേറും മറ്റേ ഇവിടെയുള്ള ഒരു ഇലക്ട്രോൺ, മറ്റേ ഹൈഡ്രജൻ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ. ഈ പെയറിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞു. ഇപ്പൊ എന്തായി? BH2 ആയി, ഇതും BH2 ആയി.
ഇനി 2 എച്ച് ബാക്കിയുണ്ട്. ഈ എച്ചിന്റെ സ്ഥാനം എവിടെയാണ്? ഈ എച്ചിന്റെ സ്ഥാനം എവിടെയാണ്? And you can see that is like this. And remember, boron has only 3 electrons, out of which 2 are already utilized for bonding with the 2 hydrogens. And the remaining 1 electron ഇവിടെ ഉണ്ട്. അതേപോലെ ഈ ബോറോണിന്റെ മുകളിൽ റിമൈനിങ് 1 ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഇവിടെ എവിടെയാലും കുഴപ്പമില്ല, അവിടെ വരുത്താൻ മതി. ഓക്കെ, ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ, ഇവിടെ ഹൈഡ്രജന്റെ 1 ഇലക്ട്രോൺ, ഇവിടെ വേക്കന്റ് ആണ്. ഇവിടെ ഫിൽഡ് ആയ ഈ sp3 ഓർബിറ്റിലും ഹൈഡ്രജന്റെ 1s ഓർബിറ്റിലും ഇതിന്റെ വേക്കന്റ് ആയ 1s sp3 ഓർബിറ്റിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞ ഓവർലാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. 3 സെന്റർ 2 electron bond, because this is actually an overlap of the 1s orbital of a hydrogen and a filled sp3 orbital, almost sp3 orbital of a bond, 1 boron, and the empty sp3 orbital of the second boron. B1 and B2 നമുക്ക് കൊടുത്ത സ്ഥലത്തിനുണ്ട്. This is opposite is B1, and if it is B2 we can say that the empty orbital of B2, the half-filled orbital of B1 and the half-filled orbital of hydrogen, these 3 will combine together, overlap together to form the 3 center 2 electron bond. And it is different from this one, which we clearly seen that it is different from these 2 bonds. These are conventional bonds. Conventional bonds are 2 center 2 electron bond. BB bond, HB bond, അല്ലെങ്കിൽ BH bond, അല്ലെങ്കിൽ പിന്നെന്താണ് CL ബോണ്ടോ HBr ബോണ്ടോ ഒക്കെ എന്താണ് 2 സെന്റർ 2 ഇലക്ട്രോൺ, CH ബോണ്ടോ CBr ബോണ്ടോ ഒക്കെ എന്താണ് 2 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ BHB ബോണ്ട്. ദിസ് ഈസ് ആക്ച്വലി എ BHB ബോണ്ട്. ഈ BHB ബോണ്ടിന് നമ്മൾ എന്താ പറയുന്നത്? 3 center 2 electron, where 3 centers are connected together by 2 electrons. So similarly, the next such bond is formed by the empty orbital of the first boron, the half-filled orbital of the second boron, and the half-filled orbital of hydrogen. Therefore, half-filled orbital of first boron, half-filled orbital of hydrogen, and an empty orbital of a second boron. Other bond is formed by the overlap of the half-filled orbital of second boron, half-filled orbital of hydrogen, and the empty orbital of the first boron. So these 2 bonds are BHB bonds, or these 2 bonds are 3 center 2 electron bonds. And this can be drawn. നമ്മുടെ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. BEH, something like this. ഉള്ളിലെന്താ മനസ്സിലായോ? ഈ ഓവർലാപ്പാണ്. ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇതിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ കണക്ട് ചെയ്തിരിക്കുന്ന 3 ആറ്റംസ് ആണ്, 3 സെന്റേഴ്സ് ആണ് കണക്ട്. 3 centers are connected together by 2 electrons. That's why they are called a 3 center 2 electron bond. So we can say that if the B and H or the BHB units are planar, BHB units are planar, these are the plane. We can see that this is just in front of the body, and this one is the rear side of the body. But this is perpendicular ആയിട്ട് മറ്റേതുണ്ടാവുക. അതാണ് നമ്മുടെ ഡൈബോറൈൻ സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെയാണ്, that is how the diborane overcome its electron deficiency by connecting together 3 centers, making use of only 2 electrons. Usually 2 centers are connected by 2 electrons. 6 center connect ചെയ്യാൻ എത്ര വെച്ച് 6 സെന്ററുകൾ കണക്ട് ചെയ്യാൻ 3 സെന്റർ 6 centers are connected together by 4 electrons. അപ്പോൾ അവിടെ 2 ഇലക്ട്രോണിന്റെ ലാഭം കിട്ടി. മതി. 2 ഇലക്ട്രോൺ ലാഭം കിട്ടി. നമുക്ക് നേരത്തെ 12 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, 14 വേണം. 2 ലാഭിച്ചു കഴിഞ്ഞു. സോ ദാറ്റ് ഇറ്റ് ഈസ് ഓക്കെ. പറഞ്ഞു മനസ്സിലായോ? ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദീസ് all the 6 borons, all the 6 hydrogens of diborane are not alike. 4 of them are alike, the remaining 2 are different.
The same time C2H6, if you take the case of a C2H6, we can clearly say that all the 6 hydrogens are alike. If you take the hydrogen NMR spectrum of ethane, you will get only a single peak representing all the 6 hydrogens. They are exactly identical hydrogens, no difference at all. At the same time, if you take the NMR spectrum of this one, NMR PMR spectrum, proton spectrum of this, you can see that there are 2 different hydrogens. There are 4 hydrogen and 2 hydrogen. In the reactivities, reactions, 2 hydrogen reaction, pratyeka. 6 ഒരുപോലെയുള്ള റിയാക്ട് ചെയ്യുന്നത്. പറയുന്നത് ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ പഠിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് സംശയത്തിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ടൈപ്പ് ബോണ്ടിങ് നമ്മൾ പറഞ്ഞത് 3 center 2 electron bond, and it is the simplest boring. And in higher borings we can see that there are 2 different types of 3 center 2 electron bond. Either BHB bond or BBB bond. 3 boron കണക്ട് ചെയ്ത ബോണ്ടുകൾ നമുക്ക് അതിലേക്കാണ് വരുന്നത്. ഉടനെ മനസ്സിലായില്ലേ? അപ്പോൾ ഡൈബോറൈൻ ശാസ്ത്ര ശരിക്കും ഡിഗ്രി മൂലം പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുക ഇങ്ങനെയാണ് നല്ലത്. വെറുതെ ഇങ്ങനെ വരച്ചപ്പോൾ കാര്യങ്ങൾ പറയണം. ബോറോൺ almost sp3 hybridized ആണ്, but all the 4 orbitals are not having electrons because it is s2p1. There are only 3 electrons in the 4 orbitals. That means 1 orbital is empty or vacant, and this vacant orbital will overlap with the filled half-filled orbital of hydrogen and half-filled orbital of the other boron, so that 2 electrons are used for connecting together 3 atomic centers. Similarly, another one is formed by the empty orbital of the first one, half-filled orbital of second one, and the half-filled orbital of hydrogen, forming another BHP. So that there are 2 BHP bonds. Got it? Okay. And there are also BBB bonds like this. 3 center 2 electron bonds are formed between 3 boron atoms. അപ്പോൾ boron hydrides generally boranes നമ്മളിപ്പോൾ പറയുന്നത് ന്യൂട്രൽ ബോറൈൻസിനെ പറ്റി മാത്രമാണ്. ആനോൺസിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞത്. പക്ഷെങ്കിൽ ന്യൂട്രൽ ബോറൈൻസ് 2 ടൈപ്പ് നമ്മൾ കണ്ട്. 2 ടൈപ്പ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് നിഡോ ബോറൈൻസ് വിത്ത് ഫോർമുല BMHM+4 and another one BMHM+6 arachnoboranes. ഇത് രണ്ടാ പ്രധാനമായിട്ടുള്ളത്. മിക്കവാറും എല്ലാ ബോറൈൻസ് ഫോം എടുത്ത് B5H9 അല്ലെങ്കിൽ B4H10. B5H9 ആവാം, B5H11 ആവാം. നിങ്ങൾക്ക് 5 4 ആകുമ്പോൾ 5 6 വന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 4 6 ആയിരിക്കും. Okay, almost all neutral boranes have this formula, either BMHM+4 or BMHM+6. Nido and arachno, and of course hypho boranes ഉണ്ടെങ്കിൽ BMHM+ 3 ആയിരിക്കും, 4 6 8 ആയിരിക്കും. മനസ്സിലായില്ലേ? അതിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മുടെ പ്രധാന ഉദ്ദേശം boron clusters or boranes have can say that 4 different types of bond. 4 type ബോണ്ടുകൾ boron clustersൽ boranesൽ കാണാൻ പറ്റും. എന്തൊക്കെ ബോണ്ടുകളാണ്? ഒന്ന് നമ്മളിപ്പോ പറഞ്ഞ BHB bonds, that is formed from a boron, another boron and a hydrogen. You can see boronന്റെ ഒരു hybrid orbital, വേറൊരു hybrid orbital, hydrogenന്റെ ഒരു orbital. hydrogen orbital ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഇതിന്റെ ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. BHB bonds. പിന്നെന്താണ്ടത് BBB bonds ഉണ്ടാവും. നമ്മൾ ബുക്കിൽ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, സംശയം ചോദിച്ചുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. BBB bonds. BBB bonds are of 2 types. ഒന്ന് മനസ്സിലാക്കുക, വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. BBB bonds are sometimes open BBB bonds like this, or closed BBB bonds like this. Open BBB ഉണ്ട്, closed BBB ഉണ്ട്. Open BBB is actually formed by something like this. ഒരു ബോറോൺ ഇവിടെ, ഇത് രണ്ടും ഹൈബ്രിഡ് ഓർബിറ്റലാണ്. ഈ ബോറോണിന്റെ പി ഓർബിറ്റൽ ഇങ്ങനെയാണ്. വരക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചാൽ ശരിയാവും. This is a boron p orbital. This is a boron sp3 orbital. This is a boron sp3, something like this. ഇതാണ്
BBB ബോണ്ട് എന്ന് പറയുന്നത്. BBB ബോണ്ട് ദാറ്റ് ഈസ് എ ഓപ്പൺ BBB ബോണ്ട്. പിന്നെ ക്ലോസ്ഡ് BBB ബോണ്ട് ആണെങ്കിൽ 3 ബോറോണിന്റെയും like this. All are the hybrid orbitals of a boron. ഇതിലൊരു p ഓർബിറ്റൽ രണ്ട് sp3 ഓർബിറ്റലാണ്. ഇവിടെ എന്താണ് 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ക്ലോസ്ഡ് BBB ബോണ്ട്. ഇതിലൊക്കെ എന്താ വെച്ചാൽ ഇതിലൊക്കെ 2 ഇലക്ട്രോൺ ഉണ്ടാവും. ഇവിടെ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല, ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല. അതേപോലെ ഇതിൽ 3-ൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും, ഒന്ന് കാര്യമായിരിക്കും. That's why it is called as 3 center 2 electron bond. Okay, അപ്പോൾ ഈ ടൈപ്പ് ബോണ്ടുകൾ ഉണ്ടാവാം. So we can say BSP ബോണ്ടുകൾ ഉണ്ടാവാം, BBB ബോണ്ടുകൾ ഉണ്ടാവാം. പിന്നെ എന്തുണ്ടാവാം? സാധാരണഗതിയിലുള്ള BB ബോണ്ടുകൾ ഉണ്ടാവാം. പിന്നെ നോർമൽ ആയിട്ടുള്ള BH ബോണ്ടുകൾ ഉണ്ടാവാം. ഇതിൽ ആദ്യം കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ നേരത്തെ പറയാൻ പറ്റി, എനി ബോറൈൻ, നമ്മളിപ്പോ 6 നമ്പറിലേക്ക് പോകുന്നത് എനി ബോറൈൻ, ഓക്കെ, ഈസ് നമ്മൾ കഴിഞ്ഞ മേഡ്സിനോട് കണ്ട പോലെ ഈസ് സപ്പോസ് ടു ബി മേഡ് അപ്പ് ഓഫ് BH യൂണിറ്റ്സ്. മനസ്സിലായില്ലേ? ഈ BH യൂണിറ്റിന് പുറമെ BH 2 യൂണിറ്റ്സ് ഉണ്ടാവാം. എന്ന് പറഞ്ഞാൽ എന്താണ്? BH ഇങ്ങനെ മാത്രം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാം. രണ്ടാലും കുഴപ്പമില്ല, രണ്ട് BH ബോണ്ട് പറയാൻ പറ്റും. നമ്മുടെ 6 നമ്പർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The BHB bonds are represented by the letter S. BBB bonds are represented by T. BB bonds are represented by Y. And in BH 2 units. കാരണം BH ഓൾറെഡി ഇതിലൊക്കെ BH ഉണ്ട്. ആ നമ്പർ എവിടെ നമ്മൾ പറയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ സ്കെലിറ്റൽ ഇലക്ട്രോൺ പേഴ്സിന്റെ അക്കൗണ്ട് എടുക്കും പറഞ്ഞ പോലെ തന്നെ BH ഒരു യൂണിറ്റ് ആയിട്ട് കാണുന്നത്. അതിന് പുറമെയുള്ള എക്സ്ട്രാ ഹൈഡ്രജൻസ് നമ്മൾ എന്ന് പറയുന്നത് അതിനാണ് X എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് BHന്റെ പുറമെ ഒരു H കൂടി ഉണ്ടാവും. ഏതൊക്കെ ഒരു മോളിക്യൂളില് 2 BH യൂണിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എല്ലാം BH ആണ്. 2 എണ്ണത്തില് ബോറോൺ നമ്മള് ഒന്നിൽ കൂടുതൽ ഹൈഡ്രജൻ ഉണ്ട്. ടെർമിനൽ BH2 യൂണിറ്റ്സ് എന്ന് പറയും. BH യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. അത് ബോണ്ടെല്ലാം ശ്രദ്ധിക്കുക. എന്നാലും ഒരു ബോണ്ടിനാണ് BHനോട് ഒരു H ബോണ്ട് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതാണ് X എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് BB ബോണ്ടിന്റെ എണ്ണം. ഈ ബോണ്ടാണ് നോക്കുന്നത്. ഇത് BBB ബോണ്ടിന്റെ എണ്ണം, ഇത് BHB ബോണ്ടിന്റെ എണ്ണം, ഇത് BB ഡയറക്റ്റ് BB ബോണ്ട്, സാധാരണ നോർമൽ BB ബോണ്ട്. ഇതെന്താണ്? ടെർമിനൽ BH2 യൂണിറ്റ്സ് എന്ന് പറയും. അല്ലെങ്കിൽ BHന്റെ കൂടി എക്സ്ട്രാ H കണക്കിട്ടുണ്ടെങ്കിൽ അത് മാത്രം. ക്ലിയർ ആണെങ്കിൽ അപ്പൊ ഇതിനാണ് STYX എന്നീ നമ്പറോട് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ എനി boron cluster common we can say, or any borane, that's all borane we can say that S represent the number of BHB bonds. Etra BHB bonds and this is number of BBB bonds. This is a number of BB. This is rendu endane 3 center 2 electron bonds. So this is 3 center 2 electron BHB bond. This is 3 center 2 electron BBB bond. Maybe open or closed. Rendu thamil vyathyasam BBB bond ഒക്കെ ഒന്നിച്ചാ കാണുന്നത്. ഓപ്പൺ ആയാലും ശരി, ക്ലോസ്ഡ് ആയാലും ശരി. അതുകൊണ്ട് പ്രത്യേകം പറയണമെന്നില്ല. മനസ്സിലാക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞാണ് 2 ടൈപ്പ് BBB ബോണ്ട് ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്. എന്തായാലും ശരി, the total number of BBB bonds is 2 and T and any BB bond. ഇത് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. BB ബോണ്ട് തന്നെ സാധാരണ ബോറോൺ ബോണ്ട്. 2 center 2 electron. ഇതും 2 center 2 electron ആണ്. ശ്രദ്ധിക്കുക, ഇത് രണ്ടും 2 center 3 center 2 electron ആണ്. ഇനി 2 center 2 electron BB bond is represented by Y and the number of terminal BH2 units or any extra hydrogen, that is extra hydrogen എന്ന് പറഞ്ഞാൽ BH2 പുറമേയുള്ള BHന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഹൈഡ്രജൻ. വേറെ ടൈപ്പ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? That is represented by letter X. ഇതാണ് STYX നമ്പറിന്റെ സിഗ്നിഫിക്കൻസ്. ആദ്യം മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും സിമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈബോറൈൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ the structure of diborane can be represented like this. Okay, what is the number of BHB bonds? There are 2 BHB bonds, 1 2, isn't it? So S is equal to
ടി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ബി 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 ബോൺസ്. ഇതിൽ ബി 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 ആകെ 2 ബോറോൺ, 3 ബോറോൺ പ്രശ്നം വരുന്നില്ല. നോ ബി 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 ബോൺസ് ഇൻ ദിസ് can see that is 0. Then why BB bond, no BB bond in this. B boron direct bonding ഇവിടെ ഇല്ല. അത് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല. കാരണം 2 borons are connected together by 2 3 center 2 electron bonds, not by a 2 center 2. ഇവിടെ ഒരു bond ഇല്ല. So it is again 0. And X എന്ന് പറഞ്ഞാൽ എന്താണ്? X is the number of BH2 units or the number of hydrogen atoms attached to BH. BH നോട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻസ് എത്രയുണ്ട്? ഒന്ന് ഇവിടെയുണ്ട്, ഒന്ന് ഇവിടെയുണ്ട്. രണ്ട് BH2 യൂണിറ്റ് രണ്ടാണ്. BH അവിടെ DH നമ്മളെ കണക്കിൽ വരുന്നില്ല. ഓരോ ബോറോണിനോട് ഒരു ഹൈഡ്രജൻ ഉണ്ട്. It is understood that each boron is connected to the hydrogen and any other hydrogen that is connected to boron is X. അതിന്റെ നമ്പറാണ് ഇവിടെ 1 2. ഇപ്പൊ 2 എന്താണ് terminal BH2 units ഉണ്ട്. So we can say that STYX number of boron is 2002. ഡൈബോറന്റെ ടിക്സ് നമ്പർ എത്രയാണ്? 2002 ആണ്. 2002. ക്ലിയർ? അപ്പൊ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്. അതാദ്യം മനസ്സിലാക്കി കണ്ടുപിടിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് STYX. S is remember number of 3 center 2 electron BHB bonds. T is a number of 3 center 2 electron BBB bonds. Y is a number of 2 center 2 electron BB bond. 2 center conventional bond ആണ് BB bond. സാധാരണ boron bond ഇതാണ് Y. And the number of BH2 units is X. BH2 units is simply number of hydrogen atoms attached to BH. BH unitനോട് അറ്റാച്ച് ചെയ്യപ്പെട്ട ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിന് രണ്ടത്തിനാണ് X എന്ന് പറയുന്നത്. Okay, so that is a STYX six numbers. Now നമ്മളെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു റീചെക്ക് ദിസ്. ഒരു മോളിക്യൂളിലുള്ള കണക്ടിവിറ്റി മനസ്സിലാക്കണം. എത്ര ഈ ടൈപ്പ് ബോണ്ട് ഉണ്ട്, അതിനാണ് അതിന്റെ 6 നമ്പർ എന്ന് പറയുന്നത്. സോ 6 നമ്പർ ആക്ച്വലി ഗിവ്സ് an idea about the molecular shape അല്ല, molecular structure. ഷേപ്പ് കണ്ടുപിടിക്കുമ്പോൾ വേഡ്സ് റൂൾ ഉപയോഗിച്ച് അതിന്റെ ഷേപ്പ് മറ്റേ ഒക്ടാഹൈഡ്രൺ ആണ്, ഡോഡക്കാഹൈഡ്രൺ ആണ്, മറ്റേ ട്രങ്കേറ്റഡ് ഐക്കോസഹൈഡ്രൺ ആണെന്നൊക്കെ കണ്ടുപിടിച്ച് അതിന്റെ മെത്തേഡ് നമ്മുടെ വേഡ്സ് റൂളിൽ നിന്ന് കിട്ടി. ഇലക്ട്രോൺ കൗണ്ട് എടുത്തിട്ട് അത് വേറൊരു വഴി. ഇതെന്താണ്? ഇതിൽ എത്ര BH ഈ പറഞ്ഞ നമ്പറിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിപ്പോ നമുക്ക് അറിയാമെന്ന് നമ്മൾ പറഞ്ഞു. കുറച്ചൊരു വലിയൊരു പ്രോബ്ലം B10H14. ഇതിൽ എത്ര BHB ബോണ്ട് ഉണ്ട്, എത്ര BB ബോണ്ട് ഉണ്ടാവും, എത്ര BB ബോണ്ട് ഉണ്ടാവും, എത്ര BH2 യൂണിറ്റ്സ് ഉണ്ടാവും എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അങ്ങനെ പറ്റിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാം. ഈ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ പഠിക്കേണ്ടത്. 6 numbers. How to recheck the possible, അത് പ്രശ്നമാണ്, പോസിബിൾ സെറ്റ്സ് ഓഫ് six numbers. ഒന്നായിരിക്കും, ഒന്നിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടായിട്ട് അതിൽ നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് സാധ്യതകൾ ഒന്നിലേക്ക് എത്തിപ്പെടുക ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ട്, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എലിമിനേഷൻ കുറച്ച് ബുദ്ധിമുട്ട്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കണം. There are a lot of sometimes there will be 3, sometimes there will be 4 possibilities of 6 numbers. അതിൽ കൂടുതൽ ഉണ്ടാവില്ല മിക്കവാറും. അപ്പോൾ അത് 4 6 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ഇല്ല 3 4 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൃത്യമായ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ആദ്യം അതിന്റെ പോസിബിൾ 6 numbers. ഇതിൽ തന്നെ അതിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാവാം. അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാം. അതിന് ഒരുപാട് മെത്തേഡ് നമ്മൾ അതിലേക്ക് വരും. അതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. എനി ബോറൻ that is BXHY, whatever may be the number, can be represented by BH. നമ്മളിന്നലെ ഇതേപോലെ തന്നെയാണ് HQ. PQ ഒക്കെ വന്നെങ്കിലും പല ബുക്കിലും പല കാണാം, കാണുന്നെങ്കിലും മനസ്സിലായില്ലേ? BH, കാരണം BH യൂണിറ്റ് ആണ് ഒരു യൂണിറ്റ്. നമ്മളെ ബേസ് റൂളിൽ BH യൂണിറ്റ് ആണ് എടുക്കുന്നത്. And you can see this Q is always 4 or 6. 4 in the case of nidoborates, 6 in the case of arachnoborates. And P may not vary from 1 2 3 4 etc. എല്ലാ ഫോർമുലയിലുള്ള ബോറൈൻസ് ഒന്നും കാണുന്നില്ല. സാധാരണ കാണുന്ന കുറച്ച് ബോറൈൻസ് ഉണ്ട്. അതിൽ പിന്റെ പേര് ബലവാ. ഇതിലിപ്പോ BH എത്രയാണ്? 2. Q 2 എന്ന് പറഞ്ഞ ഫോർമുല B2 അല്ല, B2 അല്ല, പിന്നെ എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. Q 4 ആണെങ്കിൽ P is equal to 2, Q is equal to 4 ആണെങ്കിൽ it is B2H6 എന്നായി അല്ലേ? B2H6. or you can write down this as a BPHP plus Q. അതിനാണ് ഇത്.
BPH P plus Q, where Q is usually 4 or 6. Q 4 ആണെങ്കിൽ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് അത് നിഡോ ആണ്, Q6 ആണെങ്കിൽ അത് ആർക്കിനോ ആണ്. ക്ലോസ് ആയിട്ടുള്ള സ്ട്രക്ചർ ന്യൂട്രൽ ബോറൈൻസിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ മനസ്സിലാക്കുക, നിഡോ അത് മറ്റേ അത് നമ്മൾ കൺഫേം വരുത്തേണ്ട ആവശ്യമില്ല, അത് വേറെ ഇതുവരെ ആയിട്ട് കണ്ടാൽ മതി. Anyway, the formula may be any boron formula can be represented by BHP and HQ. അപ്പോൾ ഏതാ ബോറോണിന്റെ ഫോർമുലയിലും പിയും ക്യൂ എന്നുള്ള രണ്ട് നമ്പർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ചെയ്ത B10H14 ആണെങ്കിൽ പി എത്രയാണ്? P is equal to, no doubt, P is equal to 10, Q is equal to 4. അല്ലേ? P plus Q. P is equal to 10, Q is equal to 4. B5H11. P is equal to 5, Q is equal to 6. ഇപ്പോൾ മിക്കവാറും ഒരു ബോറൈൻ്റെ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്, പിയും ക്യൂവും. ഈ പിയും ക്യൂവും വെച്ചിട്ടാണ് നമ്മൾ എസും ടിയും വൈയും എക്സും കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, ഫ്രം പി ആൻഡ് ക്യൂ വി കൻ റീച്ച് ദി വാല്യൂസ് ഓഫ് എസ്, ടി, വൈ ആൻഡ് എക്സ്. പറ്റിയിരിക്കല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയ വളരെ സിമ്പിളാണ്. ഓക്കെ, അത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിൽ നോക്കാം. So we can see P is the number of BH units. P is the number of BH units. So the BH unit will have 2 electrons remaining. BH unit നമ്മൾ നേരത്തെ വേഴ്സിനുള്ളിൽ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തു, 2 ഇലക്ട്രോൺ കൊണ്ടുവിടുന്നത് BH യൂണിറ്റിൽ 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ഇല്ലേ? അത് ക്ലിയർ അല്ലേ? കാരണം BH boron is having 3 electrons, hydrogen is having 1 electron. 1 electron 1 2 3, 1 electron is shared with hydrogen, that means that 2 electrons are remaining. Okay, and any H will contribute 1 electron. So totally you have a BHP, BHP HQ എന്ന ഫോർമുലയുള്ള ഒരു ബോറൈനിൽ there will be 2p plus q electrons remaining for what? The formation of the 4 types of bond that we have just seen. നമ്മൾ കണ്ട 4 ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യാൻ എല്ലാ ബോണ്ടുകൾക്കും കൂടി എത്ര ഇലക്ട്രോൺസ് അതിലുണ്ടാവും? 2p plus q ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതിന്റെ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? See, 2p plus എന്താണ്? BHB ബോണ്ട്, BBB ബോണ്ട്, BB ബോണ്ട്, ഇതൊക്കെ പറഞ്ഞാല് BHH ബോണ്ട്. ഇതൊക്കെ എന്ത് സെന്റർ ആയാലും ശരി, 3 സെന്റർ ആയാലും ശരി, 2 സെന്റർ ആയാലും ശരി, 2 ഇലക്ട്രോൺ ബോണ്ടാണ്. ഇത് 2 ഇലക്ട്രോൺ ബോണ്ട്, അത് 2 ഇലക്ട്രോൺ ബോണ്ട്, ഇത് 2 ഇലക്ട്രോൺ ബോണ്ടാണ്. അപ്പോൾ ഒരു ബോറൈൻ മോളിക്യൂളില് മൊത്തം എത്ര ബോണ്ടുകൾ ഉണ്ട്? BH ബോണ്ട് ഒഴികെയുള്ള എത്ര ബോണ്ടുകൾ ഉണ്ട്? That is S, T, Y, X. ഇതൊക്കെ നമ്പേഴ്സ് ആണ്. This is number of BHB bonds, this is number of BB bonds, this is number of BB bonds, this is number of BHH bond or terminal BH2 units. Is it clear? And the sum of all this, S plus T plus Y plus X, ഈ ബോണ്ടൊക്കെ ഫോം ചെയ്യാൻ വേണ്ടി ഇതിന്റെ കയ്യിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇതിന്റെ കയ്യിൽ ഇലക്ട്രോൺസ് എത്രയാണ്? 2p plus q1. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ BH ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. ആ ഫോം ചെയ്യുന്ന ഇലക്ട്രോൺ ഒഴികെ ബാക്കി ഓരോ BH-നും 2 ഇലക്ട്രോൺ ബാക്കിയുണ്ട്, ഓരോ H-നും 1 ഇലക്ട്രോൺ ഉണ്ട്. മൊത്തത്തിൽ എത്രയുണ്ട്? P BH ഉണ്ടെങ്കിൽ BH into 2p ഇലക്ട്രോൺസ് ഉണ്ട്. Q ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ Q into 1 Q electrons ഉണ്ട്. മൊത്തത്തിൽ 2p plus q electrons are available forming S plus T plus Y plus X bonds. ഇതൊക്കെ നമ്പേഴ്സ് ആണ്. SBBB ബോണ്ടും SBHB ബോണ്ടും TBBB ബോണ്ടും Y BB ബോണ്ടും X BHH ബോണ്ടും കൂടി ഫോം ചെയ്യാൻ the molecule has a 2p plus q electrons or simply T plus q by 2 pairs of electrons.
isn't it? So there are p plus q by 2 pairs of electrons and there are s plus p plus